അരുണാചൽ പ്രദേശ് വിഷയത്തിൽ ചൈനയ്ക്ക് ശക്തമായ താക്കീത് നൽകി ഭാരതം. സ്ഥലപ്പേരുകൾ മാറ്റി ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെ കൈയടക്കാനാകില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. അതേസമയം ചൈനീസ് നടപടിക്കെതിരെ അരുണാചലിലും പ്രതിഷേധം ശക്തമാവുകയാണ്. അരുണാചൽ സ്വദേശിയായ ഭാരത പൗരൻ എന്ന നിലയിൽ നടപടിയെ ശക്തമായി എതിർക്കുന്നതായി മുഖ്യമന്ത്രി പെമാ ഖണ്ഡു പ്രതികരിച്ചു. ചൈനീസ് സിവിൽ അഫയേഴ്സ് മന്ത്രാലയമാണ് കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങളുടെ പേര് മാറ്റിയത്. 12 മലകൾ, 4 നദികൾ, ഒരു തടാകം, 11 ജനവാസ കേന്ദ്രങ്ങൾ, ഒരു ടണൽ എന്നിവയുടെ പേര് മാറ്റിയായിരുന്നു ചൈനീസ് പ്രകോപനം. എന്നാൽ ചൈനയുടേത് ബുദ്ധിശൂന്യമായ നടപടിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. അരുണാചൽ പ്രദേശ് ഇന്നലെ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു, ഇന്നും ഭാരതത്തിലാണ്, നാളെയും ഭാരതത്തിൽ തുടരുമെന്നും വിദേശകാര്യ വക്താവ് ചൈനയ്ക്ക് മറുപടി നൽകി. അതേസമയം സ്ഥലങ്ങളുടെ പേര് മാറ്റിയ സംഭവത്തിൽ അരുണാചൽ പ്രദേശിൽ ചൈനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. मेरा नाम अजीत है और मैं अरुणाचल का वासी हूँ। और चाइना बोल रहा है कि अरुणाचल बोलो का पार्ट है, ऐसा नहीं है। अरुणाचल इंडिया का पार्ट है और हमेशा रहेगा। जय हिंद, जय भारत। हम योगी भाई है और चाइना क्लेम कर रहा है कि अरुणाचल चाइना का है, पर ऐसा कुछ भी नहीं है। अरुणाचल इंडिया का है और इंडिया का ही रहेगा और हम इंडियन है और इंडियन ही रहेंगे। धन्यवाद। मेरा नाम किशन प्रधान है और बेसिकली हम यहाँ पर अरुणाचल में हम अभी तक मेरा जन्म यहाँ पर हुआ है। और चाइना जो क्लेम कर रहा है कि अरुणाचल चाइना का हिस्सा है, वो कभी था ना कभी रहेगा। अरुणाचल इज ए इंडिया। ഇതാദ്യമായല്ല അരുണാചൽ പ്രദേശിന്റെ പേരിൽ ചൈന പ്രകോപനം സൃഷ്ടിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈന അധിനിവേശത്തിലൂടെ പിടിച്ചെടുത്ത ടിബറ്റിന്റെ ദക്ഷിണ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് ബെയ്ജിങ്ങിന്റെ വാദം. ജനം, ഡൽഹി.